സഹോദരി സഹോദരന്മാരെ, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൻ്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളോടനുബന്ധിച്ച് ഇവിടെ സാമാന്യം വിശദമായി തന്നെ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് ത്രിദിന മെഡിക്കൽ കൺവെൻഷന് കൂടി തുടക്കമാവുകയാണ്. ഈ കോളേജിൻ്റെ ഒരു മെഡിക്കൽ കോളേജ് എന്ന നിലക്കുള്ള അതിൻ്റെ ചരിത്രത്തിൻ്റെ വിശദാംശങ്ങളിലേക്ക് അതൊരാവർത്തനമാകും എന്നതുകൊണ്ട് തന്നെ കടക്കുന്നില്ല. പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായുള്ള ഒരു പരിപാടി എന്നതിലുപരി നമ്മുടെ നാട് ആരോഗ്യമേഖലയിൽ നാളിതുവരെ കൈവരിച്ച നേട്ടങ്ങൾ അവലോകനം ചെയ്യാനും വരുംകാലങ്ങളിൽ ഏറ്റെടുക്കേണ്ട പ്രവർത്തനങ്ങൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാനും ഈ കൺവെൻഷൻ ഉപകരിക്കുമെന്നാണ് കരുതുന്നത്. ഇതിലാണെങ്കിൽ അന്താരാഷ്ട്ര തലത്തിലുള്ള വിദഗ്ധരടക്കം പങ്കെടുക്കുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ ആരോഗ്യരംഗത്തെ സംബന്ധിച്ചുള്ള പുതിയ ചില അറിവുകൾ ഈ കൺവെൻഷനിലെ ചർച്ചകളിലൂടെ ഉയർന്നു വരാൻ ഇടയാകുമെന്നാണ് കരുതുന്നത്. അവ സ്വാംശീകരിച്ച് നമ്മുടെ ആരോഗ്യരംഗത്തെ കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് തന്നെ ആരോഗ്യമേഖലയിൽ നമ്മുടെ നാട് ഏറെ മുന്നിലാണ്. ആരോഗ്യ സൂചികകൾ പ്രകാരം നീതി ആയോഗ് തയ്യാറാക്കിയ കണക്കനുസരിച്ച് നമ്മുടെ നാടാണ്, കേരളമാണ് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത്. വികസിത രാജ്യങ്ങൾക്ക് തുല്യമായ നിലയിലുള്ള നേട്ടങ്ങളാണ് ചില മേഖലകളിൽ നമുക്ക് നേടാനായിട്ടുള്ളത്. ഇവിടെ നേരത്തെ പ്രസ്താവിക്കുകയുണ്ടായി, ശിശുമരണ നിരക്ക്, മാതൃമരണ നിരക്കൊക്കെ കുറഞ്ഞതിൻ്റെ കണക്ക്. ഈ രംഗങ്ങളിൽ ഏറെക്കുറെ വികസിത രാജ്യങ്ങൾക്ക് തുല്യമായ അവസ്ഥയിലാണ് കേരളം നിൽക്കുന്നത്. അതേപോലെ പ്രതിരോധ കുത്തിവയ്പ്പ് നൽകുന്നതിലും കേരളം മുന്നിലാണ്. ദേശീയ തലത്തിൽ മികച്ച ആശുപത്രികൾക്കുള്ള നാഷണൽ ക്വാളിറ്റി അഷുറൻസ് സ്റ്റാൻഡേർഡ് ആദ്യ പല സ്ഥാനങ്ങളിൽ ലഭിച്ചത് നമ്മുടെ നാട്ടിലുള്ള കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾക്കാണ്. കേരളത്തിൻ്റെ കോവിഡ് പ്രതിരോധം ലോകമാകെ പ്രകീർത്തിക്കപ്പെട്ടതുമാണ്. ഇങ്ങനെ നോക്കിയാൽ ആരോഗ്യരംഗത്ത് വലിയ നേട്ടങ്ങൾ നമുക്ക് നേടാനായിട്ടുണ്ട്. ഈ നേട്ടത്തിന് പിന്നിൽ അതിനിടയാക്കിയ ചരിത്രപരമായ ഒരു പശ്ചാത്തലമുണ്ട്.
ഇവിടെ ഒരു നാടെന്ന നിലക്ക്, സമൂഹമെന്ന നിലക്ക് നമ്മുടെ നാട്ടിലുയർന്നു വന്ന നവോത്ഥാന പ്രസ്ഥാനങ്ങൾ ഏറ്റെടുത്ത പ്രവർത്തനങ്ങളിലൊന്ന് വ്യക്തി ശുചിത്വത്തിന് വലിയ പ്രാധാന്യം നൽകുന്നതായിരുന്നു. അത് ജനങ്ങളുടെ, അതിലൂടെ സമൂഹത്തിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുന്നതിന് വലിയ തോതിൽ വഴിവെച്ചു. പിന്നീടുള്ള ഘട്ടത്തിൽ കേരളത്തിലെ പുരോഗമന പ്രസ്ഥാനങ്ങളും അവ നേതൃത്വം നൽകിയ സർക്കാരുകളും പൊതുജനാരോഗ്യം മെച്ചപ്പെടുത്താൻ സവിശേഷമായ ഇടപെടലുകളാണ് നടത്തിയത്. അതിൻ്റെ ഭാഗമായുള്ള വിവിധ പദ്ധതികൾ ആവിഷ്കരിക്കുകയും ചെയ്തു. നമുക്കറിയാം, കേരളം ഇന്നത്തെ നിലയിൽ രൂപീകൃതമാകുന്നത് 1956 57 ആദ്യത്തെ തെരഞ്ഞെടുപ്പ് കേരളത്തിൽ നടക്കുന്നത്. ആ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിലേറിയ EMSൻ്റെ നേതൃത്വമുള്ള സർക്കാർ സംസ്ഥാനത്തെ എല്ലാ ഗ്രാമങ്ങളിലും ആരോഗ്യ പരിരക്ഷ ലഭ്യമാക്കാനും പകർച്ചവ്യാധികൾ തടയാനും ജില്ലാ താലൂക്ക് ആശുപത്രികളിൽ എക്സ്റേ മുതലായ ആധുനിക സജ്ജീകരണങ്ങൾ സ്ഥാപിക്കുകയും ഡിസ്പെൻസറികൾ ഏറ്റെടുക്കാൻ ഉതകുന്ന പ്രവർത്തനങ്ങൾ നടപ്പാക്കുകയും ചെയ്തു. ഇതിൻ്റെ ഭാഗമായി കേരളത്തിൻ്റെ ആരോഗ്യമേഖലയുടെ പ്രവർത്തന ദിശ പുനർനിർണയിക്കാനായി, അതോടൊപ്പം ആരോഗ്യ സേവനങ്ങൾ ഒരു പൗരൻ്റെ അവകാശമാണ് എന്ന ബോധം സൃഷ്ടിക്കാനും കാരണമായി. അതിനെല്ലാം സർക്കാരിൻ്റെ ഇടപെടലുകൾ വലിയ പങ്കാണ് വഹിച്ചത്. അതേപോലെ തന്നെ നമ്മുടെ സംസ്ഥാനത്ത് നടപ്പാക്കിയ ജനകീയ ആസൂത്രണ പ്രക്രിയ പിന്നീട് 1996 ഇത് ആരോഗ്യമേഖലയെ, പൊതുജനാരോഗ്യ സംവിധാനങ്ങളെ ബഹുജനങ്ങളുമായി കൂടുതൽ ബന്ധപ്പെടുത്തുകയുണ്ടായി. ആരോഗ്യമേഖലയിൽ ഏറ്റവും കൂടുതൽ അധികാര വികേന്ദ്രീകരണം നടന്നിട്ടുള്ള നാടാണ് കേരളം. നമ്മുടെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം മുതൽ ജില്ലാ ആശുപത്രി വരെ ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് നിയന്ത്രിക്കുന്നത്. അതുകൊണ്ട് തന്നെ 1996 28% ജനങ്ങൾ ആശ്രയിച്ചിരുന്ന സർക്കാർ ആശുപത്രികൾ ഇപ്പോഴത് 60% ഉയർന്നിരിക്കുന്നുവെന്നതും നാം കാണേണ്ട വസ്തുതയാണ്. ഇത്തരം മുന്നേറ്റങ്ങൾക്ക് കൂടുതൽ കരുത്തു പകരുക എന്ന ലക്ഷ്യത്തോടെയാണ് നേരത്തെ ഇവിടെ പരാമർശിച്ച ആർദ്രം മിഷൻ ആരംഭിച്ചത്. അതിൻ്റെ ആകെ വിശദാംശങ്ങളിലേക്ക് ഈ ഘട്ടത്തിൽ ഞാൻ കടക്കുന്നില്ല. പൊതുജനാരോഗ്യ സംവിധാനങ്ങളെ
രോഗീ സൗഹൃദമാക്കി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായി എന്നത് പേരിൽ വന്നൊരു മാറ്റം മാത്രമായിരുന്നില്ല. എല്ലാ നിലയിലും നമ്മുടെ ആരോഗ്യ സംവിധാനത്തെ വലിയ തോതിൽ കാലാനുസൃതമാക്കുന്നതിൽ വലിയ പങ്കാണത് വഹിച്ചത്. ഇപ്പോൾ അന്തർദേശീയ നിലവാരമുള്ള കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാണ് കേരളത്തിൽ പ്രവർത്തിക്കുന്നത്. ഡോക്ടർമാർ, മറ്റാരോഗ്യ പ്രവർത്തകർ, ഇവരുടെയെല്ലാം എണ്ണം ഓരോ കുടുംബാരോഗ്യ കേന്ദ്രത്തിലും വർദ്ധിപ്പിക്കുകയുണ്ടായി. സൂപ്പർ സ്പെഷ്യാലിറ്റി സൗകര്യങ്ങൾ ഒരുക്കിയതിനെക്കുറിച്ച് നേരത്തെ ഇവിടെ പരാമർശിക്കുകയുണ്ടായി. ഇതോടൊപ്പം പാലിയേറ്റീവ് കെയർ സംവിധാനങ്ങൾ കാര്യക്ഷമമാക്കാൻ നമുക്ക് കഴിഞ്ഞു. ഏറെക്കുറെ എല്ലാ തദ്ദേശ ഭരണ സ്ഥാപന അതിർത്തിയിലും പാലിയേറ്റീവ് കെയർ സംവിധാനങ്ങൾ ആരംഭിക്കാൻ നമുക്കായി. ഇത്തരത്തിൽ ആരോഗ്യമേഖലയിൽ വലിയ മുന്നേറ്റമാണ് കേരളത്തിൽ നമുക്ക് സൃഷ്ടിക്കാനായിട്ടുള്ളത്. ആരോഗ്യ സൗകര്യങ്ങൾ ലോകോത്തരമാക്കാനുള്ള പരിശ്രമങ്ങളാണ് സർക്കാർ നടത്തുന്നത്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് ആർദ്രം മിഷൻ 2 എന്ന പേരിൽ ഇപ്പോൾ ആ പ്രവർത്തനം നല്ല രീതിയിൽ തുടരുന്നത്. അതിൻ്റെ ആദ്യഘട്ടമായി സ്ക്രീനിംഗ് നടത്തുവാൻ കേരളത്തിലെ ഓരോ നിയോജക മണ്ഡലത്തിലും ഓരോ ആരോഗ്യ സ്ഥാപനത്തെ തിരഞ്ഞെടുത്തിരിക്കുന്നു. ആരോഗ്യ വിവരങ്ങൾ ശേഖരിക്കാനായി ശൈലി എന്ന പേരിൽ മൊബൈൽ ആപ്ലിക്കേഷൻ സജ്ജീകരിച്ചിരിക്കുന്നു. ആരോഗ്യവകുപ്പിലെ ജീവനക്കാരെ പബ്ലിക് ഹെൽത്ത് കേഡറെന്നും മെഡിക്കൽ സർവീസ് കേഡറെന്നും 2ആയി വിഭജിക്കാൻ വേണ്ട നടപടികളും ആരംഭിച്ചിരിക്കുന്നു. കേരളത്തിൽ റോഡ് അപകടങ്ങളിൽ പരിക്കേൽക്കുന്നവർക്ക് ആദ്യത്തെ 48 മണിക്കൂറിൽ സൗജന്യ ചികിത്സ ലഭ്യമാക്കുന്നതിന് ട്രോമാ കെയർ പദ്ധതി ആരംഭിക്കാൻ നേരത്തെ നാം നിശ്ചയിച്ചതാണ്. സ്കൂൾ കുട്ടികളിലെ വിളർച്ച അത് ചില കുട്ടികൾക്കുണ്ട് എന്ന് കണ്ടപ്പോൾ അത് തടയുന്നതിനായി അനീമിയ നിയന്ത്രണ പദ്ധതി ആവിഷ്കരിച്ച് നടപ്പാക്കുകയാണ്. അതോടൊപ്പം വയോജനങ്ങൾ നല്ല തോതിലുള്ള സംസ്ഥാനമാണ് കേരളം. വയോജനങ്ങൾ നേരിടുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി ജീറിയാട്രിക് ക്ലിനിക്കുകൾ ആരംഭിക്കാനും നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. മുതിർന്ന പൗരന്മാരുടെ ആരോഗ്യ പ്രശ്നങ്ങളുടെ സങ്കീർണതയുണ്ട്. അത് കണക്കിലെടുത്താണ് അരികെ എന്നൊരു പദ്ധതി ആവിഷ്കരിച്ചിട്ടുള്ളത്. ഇതോടൊപ്പം വാതിൽപ്പടി സേവനത്തിൻ്റെ ഭാഗമായി ഈ മുതിർന്ന പൗരന്മാരിൽ വലിയ തോതിൽ അവശതയായവർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ അവരുടെ അടുക്കലേക്ക് എത്തിക്കുന്നതിനുള്ള ഒരു പദ്ധതിയും നടപ്പാക്കിയിരിക്കുകയാണ്. നമ്മുടെ സംസ്ഥാന വ്യാപകമായി തന്നെ ക്യാൻസർ നിയന്ത്രണ പദ്ധതിയും നടപ്പാക്കി വരികയാണ്. ഇവിടെ
കിഫ്ബി ധനസഹായത്തോടെയുള്ള അടിസ്ഥാന സൗകര്യ വികസനത്തിനായി സംസ്ഥാനത്തെ വിവിധ ജനറൽ, ജില്ലാ, താലൂക്ക് ആശുപത്രികളെ ഉൾപ്പെടുത്തി 4177 കോടി രൂപയുടെ പദ്ധതികളാണ് ആവിഷ്കരിച്ചിരിക്കുന്നത്. മെഡിക്കൽ കോളേജുകൾക്കായി പ്രത്യേക പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുമുണ്ട്. ഓരോ മെഡിക്കൽ കോളേജിൻ്റെയും പ്രത്യേക പദ്ധതിയുടെ കണക്കെൻ്റെ കയ്യിലുണ്ടെങ്കിലും അതൊന്നും ഇപ്പോൾ വിശദമാക്കാൻ ഞാൻ സമയമെടുക്കുന്നില്ല. ആതുര ശുശ്രൂഷ രംഗത്ത് നമ്മുടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഇവിടെ പറഞ്ഞതുപോലെ നമ്മുടെ നാടിൻ്റെ ആദ്യത്തെ ഒരു മെഡിക്കൽ കോളേജാണ്. 7 പതിറ്റാണ്ട് കാലത്തെ പ്രവർത്തനങ്ങൾ കൊണ്ട് ലോകത്തിനാകെ മാതൃകയാകാവുന്ന നിരവധി മുൻകൈകൾ ഇവിടെ നിന്ന് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ 40-ൽ പരം വകുപ്പുകളും വിവിധ ആശുപത്രികളും മെഡിക്കൽ, പാരാമെഡിക്കൽ വിദ്യാഭ്യാസ കേന്ദ്രങ്ങളുമുള്ള ഒരു ബൃഹത് സ്ഥാപനമാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്. അതുകൊണ്ട് തന്നെ അടുത്ത 50 വർഷത്തേക്കുള്ള ഈ സ്ഥാപനത്തിൻ്റെ വികസനം ലക്ഷ്യമാക്കി 717 കോടി രൂപയുടെ മാസ്റ്റർ പ്ലാനാണ് നടപ്പാക്കുന്നത്. ആ മാസ്റ്റർ പ്ലാനിൻ്റെ 3 ഘട്ടങ്ങളിൽ നടപ്പാക്കുന്ന വിവിധ പദ്ധതികളുടെ രൂപരേഖ എൻ്റെ കയ്യിലുണ്ടെങ്കിലും ഞാനിപ്പോൾ അതിലേക്ക് വിശദമായി പോകുന്നില്ല. നാം കാണേണ്ടത് പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ മുതൽ മെഡിക്കൽ കോളേജുകൾ വരെ ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർത്തുന്ന ഇടപെടലുകളാണ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. സംസ്ഥാനത്തിൻ്റെ ആരോഗ്യമേഖല, ജനങ്ങളുടെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ ഉദ്ദേശിച്ചുകൊണ്ടതാണ് ഈ ഇടപെടലുകളാകെ. ഐക്യരാഷ്ട്ര സംഘടന നിർദ്ദേശിച്ചിട്ടുള്ള സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾക്കനുസൃതമായി സംസ്ഥാനം തയ്യാറാക്കിയിട്ടുള്ള ആരോഗ്യമേഖലയിലെ സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ സമയബന്ധിതമായി കൈവരിക്കാനാണ് നാം ശ്രമിക്കുന്നത്. രോഗാതുരത കുറക്കുന്നതിനാണ് നാം പ്രാധാന്യം നൽകുന്നത്. പൊതുജനാരോഗ്യ സംവിധാനങ്ങൾ സൗജന്യമായി ലഭ്യമാക്കുമ്പോൾ തന്നെ ഇൻഷുറൻസ് സൗകര്യങ്ങൾ ഉൾപ്പെടെ ഉപയോഗിച്ച് അവയെ ശക്തിപ്പെടുത്താനും നടപടികളെടുക്കുകയാണ്. കാരുണ്യയും മെഡിസെപ്പുമൊക്കെ അതിനുതകുന്ന മുൻകൈകളാണ്. സംസ്ഥാനത്തിനും രാജ്യത്തിനും പുറത്തു നിന്നുള്ള രോഗികളെ പരിചരിക്കാൻ കഴിയുന്ന വിധത്തിൽ കേരളത്തെ ചികിത്സയുടെ അത്യുന്നത കേന്ദ്രമാക്കി മാറ്റാനാണ് നാം ശ്രമിക്കുന്നത്. ഇപ്പോൾ നിലവിലുള്ളതിന് പുറമെ വൻകിട ആശുപത്രികൾ ഇതിൻ്റെ ഭാഗമായി പൊതു സ്വകാര്യ മേഖലയിൽ ഒരുക്കേണ്ടതുണ്ട് എന്നും കാണുകയാണ്. ആരോഗ്യമേഖലയെ ലോകോത്തരമാക്കുക എന്ന് പറയുമ്പോൾ രോഗപ്രതിരോധം, രോഗനിർണയം, ചികിത്സ, ആരോഗ്യ സേവനം ഇവയിൽ മാത്രം ശ്രദ്ധ ചെലുത്തിയാൽ പോരാ. ആരോഗ്യ സംരക്ഷണവുമായി ബന്ധപ്പെട്ട വിവിധ മേഖലകളിലെ
ഗവേഷണം പ്രോത്സാഹിപ്പിക്കണം. അവയിലൂടെ സൃഷ്ടിക്കപ്പെടുന്ന അറിവുകൾ ആരോഗ്യ പരിപാലനത്തിന് ഉതകുന്ന ഉൽപ്പന്നങ്ങളാക്കി പരിവർത്തിപ്പിക്കാൻ കഴിയുന്ന സംവിധാനങ്ങൾ യാഥാർത്ഥ്യമാക്കാനും കഴിയണം. ഇത്തരമൊരു ലക്ഷ്യം മുൻനിർത്തിയാണ് വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിനെ ലോക നിലവാരത്തിലേക്ക് ഉയർത്തുന്നത്. ലൈഫ് സയൻസ് പാർക്കിൻ്റെയും അതിലെ മെഡിക്കൽ ഡിവൈസസ് പാർക്കിൻ്റെയും നിർമ്മാണം പൂർത്തീകരിക്കാൻ ഊർജിതമായ ശ്രമങ്ങൾ നടത്തുന്നതും ഇതിൻ്റെ ഭാഗമായി തന്നെയാണ്. ഫാർമസ്യൂട്ടിക്കൽസ് വ്യവസായത്തിൽ നിന്നുള്ള ഇന്നുള്ള വലിയ സാധ്യതകളെ പ്രയോജനപ്പെടുത്തണമെന്നാണ് കാണുന്നത്. അതിന് ഉതകും വിധമാണ് KSDPയെ നവീകരിക്കുന്നത്. ആരോഗ്യമേഖലയിലെ കേരളത്തിലെ ബ്രാൻഡിനെ ഫാർമസ്യൂട്ടിക്കൽ വ്യവസായ വികസനത്തിനായി ഉപയോഗിക്കുകയാണ്. ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഫാർമസ്യൂട്ടിക്കൽ ഹബ്ബുകളിലൊന്നായി കേരളത്തെ മാറ്റാനാണ് ഉദ്ദേശിക്കുന്നത്. ജനറ്റിക്സ്, ജീനോമിക്സ് തുടങ്ങിയ ശാസ്ത്രശാഖകളിൽ വലിയ കുതിച്ചുചാട്ടങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. ഇത്തരം കുതിച്ചുചാട്ടങ്ങളെ അടിസ്ഥാനമാക്കി ജനറ്റിക് മെഡിസിൻ, സ്റ്റെം സെൽ ബയോളജി, മെഡിക്കൽ ഇമേജിംഗ്, ബയോമെഡിക്കൽ ഫോട്ടോണിക്സ്, മെഡിക്കൽ ഡിവൈസസ് ആൻഡ് മോഡലിംഗ്, ബ്രെയിൻ കമ്പ്യൂട്ടർ ഇൻ്റർഫേസ്, എപ്പിഡോമോളജി, അസിസ്റ്റീവ് ടെക്നോളജീസ്, ജീനോമിക്സ് ഇൻ മെഡിസിൻ, അഗ്രി ജീനോമിക്സ്, ഇത്തരം മേഖലകളിൽ ഊന്നിക്കൊണ്ടുള്ള മികവിൻ്റെ കേന്ദ്രങ്ങൾ സ്ഥാപിക്കാൻ നാം ശ്രമിക്കുകയാണ്. ഇന്നത്തെ കാലത്തിന് അനുയോജ്യമായ നേട്ടങ്ങൾ ആരോഗ്യമേഖലയിൽ കൈവരിക്കാൻ കേരളത്തെ പ്രാപ്തമാക്കലാണ് ഉദ്ദേശം. അടുത്ത 25 വർഷത്തേക്കുള്ള കേരളത്തിൻ്റെ ആവശ്യങ്ങൾ കണ്ടുകൊണ്ടുള്ള വിവിധ മേഖലകളിലുള്ള ഇടപെടൽ, അതിൻ്റെ ഭാഗമായി ആരോഗ്യമേഖലയിലും സർക്കാർ ഇടപെടാനാണ് ഉദ്ദേശിക്കുന്നത്. ഇത്തരത്തിൽ കേരളത്തിൻ്റെ ആരോഗ്യമേഖലയെ ലോകോത്തരവും അത്യാധുനികവും ആക്കുന്നതിനുള്ള ഇടപെടലുകൾ നമ്മുടെ സംസ്ഥാനത്ത് നടക്കുന്ന ഘട്ടത്തിലാണ് ഈ കൺവെൻഷൻ സംഘടിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ നമ്മുടെ സംസ്ഥാനത്തെ ആരോഗ്യമേഖലയിൽ ഇനിയും മുന്നേറ്റം കുറിക്കാനുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഈ ചർച്ചയിൽ ഉയർന്നു വരും എന്ന് തന്നെയാണ് കണക്കാക്കുന്നത്. ജീവിതശൈലി രോഗങ്ങൾ കേരളത്തിൽ വലിയൊരു പ്രശ്നമാണ്. ജീവിതശൈലി രോഗങ്ങളെ ചെറുക്കാനുള്ള കൃത്യമായ ഇടപെടലുകൾ ആവശ്യമായ ഘട്ടമാണിത്. അതിനുതകുന്ന ചർച്ചകൾ കൂടി ഈ കൺവെൻഷനിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. വിവിധ ആരോഗ്യ സൂചികകളിലെ കേരളം നേടിയ നേട്ടങ്ങളുണ്ട്. അത് നിലനിർത്തി ഇനിയും എങ്ങനെ മെച്ചപ്പെടുത്താം, അവയെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങളും ഈ കൺവെൻഷനിൽ ഉയർന്നു വരും എന്ന് പ്രതീക്ഷിക്കുന്നു. രോഗങ്ങളെ തുടക്കത്തിൽ തന്നെ കണ്ടെത്തി ചികിത്സിച്ചാൽ പിന്നീടുള്ള ഘട്ടങ്ങളെ, അതിൻ്റെ ഭാഗമായുള്ള സങ്കീർണതകളെ നമുക്ക് ഒഴിവാക്കാനാവും. അതുകൊണ്ട് സ്കൂൾ തലത്തിൽ തന്നെയുള്ള
പൊതുപരിശോധനാ പദ്ധതിക്ക് സമഗ്ര രൂപരേഖ തയ്യാറാക്കി മുന്നോട്ട് പോകാൻ സർക്കാർ തയ്യാറെടുക്കുകയാണ്. ഇതിന് വലിയ തോതിലുള്ള ബഹുജന പിന്തുണയും അക്കാദമിക് പിന്തുണയും ആവശ്യമാണ്. അത് ഉറപ്പുവരുത്താൻ കൂടി ഇത്തരം കൺവെൻഷനുകൾ ഉപകരിക്കുക തന്നെ ചെയ്യും. ആരോഗ്യ മേഖലയിലെ നമ്മുടെ ലക്ഷ്യങ്ങളെല്ലാം സർക്കാരിൻ്റെ ഇടപെടലുകൾ കൊണ്ട് മാത്രം നേടിയെടുക്കാൻ കഴിയുന്നതല്ല. ഡോക്ടർമാർ, മെഡിക്കൽ വിദ്യാർത്ഥികൾ, പൊതുജനങ്ങൾ, സർക്കാർ, സഹകരണ, സ്വകാര്യ മേഖലകളിലെ ആശുപത്രികൾ, ഇവരുടെയെല്ലാം പൂർണ്ണമായ സഹകരണം ഇക്കാര്യത്തിൽ ആവശ്യമാണ്. അത്തരത്തിലുള്ള സഹകരണം ഉറപ്പുവരുത്തുന്ന ചർച്ചകൾക്കുള്ള വേദിയായി കൂടി ഈ കൺവെൻഷൻ മാറേണ്ടതുണ്ട്. കൂട്ടായ പ്രവർത്തനങ്ങളിലൂടെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും മികവുറ്റ ആരോഗ്യ സേവനങ്ങൾ പ്രാപ്യമാകുന്ന സംസ്ഥാനമായി കേരളത്തെ മാറ്റിയെടുക്കാൻ നമുക്ക് കഴിയണം. കാശില്ല എന്നതുകൊണ്ട് ചികിത്സിക്കാൻ കഴിയാത്ത ദുരവസ്ഥ നമ്മുടെ നാട്ടിൽ ആർക്കും ഉണ്ടാകരുത് എന്നാണ് സർക്കാർ കരുതുന്നത്. ഈ തരത്തിൽ ഇന്നത്തെ കാലത്ത് ആരോഗ്യ മേഖലയിൽ എന്തൊക്കെ പുതിയ കാര്യങ്ങൾ നാം ചെയ്യേണ്ടതുണ്ട് എന്ന് നിർദ്ദേശിക്കാൻ ഈ കൺവെൻഷന് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് കൺവെൻഷൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം സന്തോഷപൂർവ്വം നിർവഹിച്ചதை അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദം.